നോ പറയണമെന്നും പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണമെന്നും നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചും അവർ പല ക്ലാസ്സുകളിലൂടെ കേട്ടും അധ്യാപകർ പറഞ്ഞു കൊടുത്തൊക്കെ ഒരു പരിധിവരെ കുട്ടികൾ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചില പേരൻസ് ആണ് കുട്ടികൾ പറയുന്ന ഈ നോയെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മടിച്ചു നിൽക്കുന്നത്. അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന മോഡേൺ ഫാമിലി ആണ് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടായിരിക്കും കുട്ടി ഇങ്ങനെ പ്രതികരിക്കുന്നതെന്ന് പലപ്പോഴും അവർ ആലോചിക്കാറില്ല. അത് കുട്ടിയുടെ കുറുമ്പായിട്ടോ അല്ലെങ്കിൽ വലുതായപ്പോൾ കാണിക്കുന്ന സാമർഥ്യമായിട്ടോ അവരുടെ എന്തെങ്കിലും എന്താ പറയുക തരികിട പരിപാടികൾ മറച്ചു വെക്കാനായിട്ട് കുട്ടി തന്നെ ഉണ്ടാക്കിയെടുത്ത ചില കാര്യങ്ങളായിട്ടൊക്കെയാണ് അവർ ചിത്രീകരിക്കാറ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വളരെ അടുത്ത ദിവസങ്ങളിൽ വരെ ഒരു വ്യക്തിയോട് പ്രത്യേകിച്ച് വൈരാഗ്യം ഒന്നും ഉണ്ടാവാതിരിക്കുകയും അവരുടെ വീട്ടിൽ പോവുകയും അവരുടെ കമ്പനി നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇനി അവരോട് മിണ്ടുന്നില്ല, അവരെന്റെ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് താല്പര്യമില്ല, ഞാൻ അങ്ങോട്ടും പോകില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം കുട്ടിയുടെ ഈ ഒരു പ്രതികരണം എന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിയണം. അവിടെ നമ്മൾ കുട്ടിയോടൊപ്പം നിൽക്കണം. ചിലപ്പോഴെങ്കിലും പാരൻസ് അതിനെ കുട്ടിയുടെ കുറുമ്പായിട്ട് കാണിക്കും. കാരണം നമുക്കുള്ളിൽ ഒരു വിശ്വാസമുണ്ട്, നമ്മളോട് അത്രയും മാന്യമായിട്ടാണ് ഈ വ്യക്തികൾ പെരുമാറുന്നത്, അപ്പൊ നമ്മുടെ കുട്ടീനെ അവരുടെ സ്വന്തം കുട്ടിയായിട്ട് കണക്കാക്കും എന്നൊരു ചിന്തയാണത്. പക്ഷേ നിങ്ങൾ കേസുകൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മിക്കവാറും പ്രതിസ്ഥാനത്ത് വരിക ഈ വിക്റ്റിമായിട്ടുള്ള വ്യക്തിയോട് അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കാം. അങ്കിളോ അതല്ലെങ്കിൽ പിന്നെന്താ പറയാ അടുത്ത വേറെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ആരുടെ അടുത്തേക്കാണെങ്കിലും എത്ര ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്തൊക്കെ ആണെങ്കിലും നമ്മൾ വിടുമ്പോൾ നമ്മളൊരു മുൻകരുതൽ എടുത്തിട്ട് വേണം കുട്ടികളെ വിടാനായിട്ട്. അതുപോലെ എന്ത് അവിടെ സംഭവിച്ചാലും ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് അവരുടെ അനുവാദമില്ലാതെ കയറിയത് കൊണ്ടായിരിക്കാം കുട്ടികൾ അവരോട് അവരുടെ സാമീപ്യം ഇഷ്ടപ്പെടാതിരിക്കുന്നത്. അത് ഒരു പക്ഷേ ഫിസിക്കലാകാം, അല്ലെങ്കിൽ മെന്റലി ആകാം, വെർബലി ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിക്ചേഴ്സ് അവരെ കാട്ടിക്കൊടുത്തിട്ടാകാം. അപ്പൊ എന്ത് തന്നെ നമ്മൾ വന്ന് പറഞ്ഞാലും കുട്ടിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. അതുപോലെ ഇതിലിവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നും ബാധകമല്ല. ആൺകുട്ടികൾ മാത്രമുള്ള വീട് ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകനെ അങ്ങോട്ടേക്ക് വിട്ടത്, അല്ലെങ്കിൽ നേരെ തിരിച്ച് പെൺകുട്ടികളും ഒരു അമ്മയും മാത്രം ഉള്ളിടത്തൊക്കെയാണ് ഞാൻ എൻ്റെ മകളെ വിട്ടത് എന്ന് പറയുന്നതിനും പ്രത്യേകിച്ച് സാധ്യതകളൊന്നും ഇല്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അത്രയും സപ്പോർട്ട് കൊടുക്കണം. നോ പറയാനൊരു സ്പേസ് കൊടുക്കുമ്പോൾ അത് പറയാൻ നമ്മുടെ കുട്ടികളെ ധൈര്യം കാണിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും എന്തുകൊണ്ട് അങ്ങനെ ഒരു നോ വന്നു എന്ന് കൃത്യമായിട്ട് പഠിക്കാനും കുട്ടിയോടൊപ്പം നിൽക്കാനും നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.